അതാകുന്നു സുവിശേഷം. അവ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് 4 കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്: ജനനം, മരണം, ഉയർപ്പ്, മടങ്ങി വരവ്. ഒരു 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ന്യായമായിട്ട് എനിക്ക് വേണം ഇത് വിസ്തരിക്കാൻ. അത് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ആദ്യം നാം ഈ നാടിനോട് പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാന കാര്യങ്ങളാണ്. 1, 2 എന്ന ക്രമത്തിൽ എനിക്ക് ഓർപ്പിക്കാറുള്ളത്. 1, എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? 2, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? ജനിച്ചു എന്ന വാക്കിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം അവതരിച്ചു എന്ന വാക്കാണ്. അവതാരം എന്ന വാക്കുകൊണ്ട് ജനിക്കും മുമ്പ് ഉണ്ടായിരുന്നു എന്ന വാക്കാണ് അവതാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ബൈബിളിൽ അവതരിച്ചു ജനിച്ചു എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതിൽ തന്നെ നിൽക്കാം. കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന 2 പ്രധാന കാര്യങ്ങളാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. 1, എന്തിനാണ് അവിടുന്ന് ലോകത്തിൽ ജനിച്ചത്? 2, എങ്ങനെയാണ് അവിടുന്ന് ലോകത്തിൽ ജനിച്ചത്? 2024 ആണ്ടുകൾക്ക് പുറകിൽ മഹത്വവാനായവൻ, ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവൻ, തന്റെ മഹത്വമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് മഹത്വം നിറഞ്ഞ വിണ്ണിനോട് വിട പറഞ്ഞ് പാപം തളം കെട്ടിക്കിടക്കുന്ന ഈ മണ്ണിൽ എന്തിനാണ് അവനൊരു മനുഷ്യനായി ജനിച്ചത്? എന്തിന് ജനിച്ചു? എങ്ങനെ ജനിച്ചു? ആ ചോദ്യത്തിന് ഇന്ന് രാത്രി ഞാൻ ഉത്തരം പറയുന്നത് സയൻസിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ അല്ല. എന്റെ പ്രത്യാശയ്ക്കും പ്രസംഗത്തിനും ആധാരമായ വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ ശ്രദ്ധേയമായ 2 വേദഭാഗങ്ങൾ ഉദ്ധരിച്ച് അവൻ എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ കൃത്യമാക്കാം. ശ്രദ്ധിക്കൂ. 2 വാക്യം നിങ്ങളെ പരിചയപ്പെടുത്താം. വായിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. അവിടുന്ന് ഈ ലോകത്തിൽ എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് 2 വാക്യം. മത്തായി സുവിശേഷത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ച മറിയോടും ജോസഫിനോടും കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള ജനനത്തെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സാക്ഷാൽ യേശുവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയുടെ ഒരിക്കൽ ഒരു ദിവസം സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയോട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്രതീക്ഷിതമായ അവസരത്തിൽ വന്ദനസ്വരം കേട്ട് ഞെട്ടിത്തരിച്ച മറിയ കണ്ടത് തേജോമയനായ ദൈവത്തിന്റെ തേജോമയനായ ദൂതനെയാണ്. ദൂതനെ കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന മറിയയോട് വന്ദനസ്വരത്തിന്റെ അകമ്പടിയിൽ ദൂതൻ ഒരു ദൂത് പറഞ്ഞു. ഇന്നത്തെ ദൂതല്ല. എന്താണ് ആ ദൂത്? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കാൻ പോകുക. കല്യാണം കഴിച്ചിട്ടില്ലാത്ത, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത, വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന്റെ നാളുകൾ എണ്ണി ജീവിതത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച മറിയെന്ന പെൺകുട്ടിയോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എങ്ങനെ? പുരുഷന്റെ അറിവോടെയല്ല, മനുഷ്യന്റെ അറിവോടെയല്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആ മകൻ ആരാന്നറിയാമോ മറിയേ? ഒരു തത്വചിന്തകന്റെ, സാഹിത്യകാരന്റെ ഭാഷകടമെടുത്തു പറഞ്ഞാൽ, മറിയേ നീ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോകുന്ന ആ മകൻ ആരാന്നറിയാമോ? തത്വചിന്തകനല്ല, ഗ്രന്ഥകാരനല്ല, തീർത്ഥാടകനല്ല, സത്യാന്വേഷകനല്ല, അവൻ ചരിത്രകാരനല്ല. ആ മകനാരാ? തന്റെ ജനത്തെ
അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന് നീ അവനെ പേർ വിളിക്കണം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ വചനം നമുക്ക് പരിചിതമാണ്. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും ബാക്കി എല്ലാ മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ എത്ര ഗംഭീരമായൊരു വചനമായില്ലേ. ഞാൻ ഒന്നുകൂടി നാടിനോടൊന്ന് ആവർത്തിക്കാം. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ബാക്കി എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. സുഹൃത്തുക്കളെ, ഈ രണ്ട് വാക്യം ചേർത്ത് വെച്ചൊന്ന് അപഗ്രഥിച്ചപ്പോൾ മഹാദൈവമായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു. പറയാം ഞാനത്. എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. കൈകൾ ഉയർത്തി രണ്ട് ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ ഒന്നുകൂടെ. യേശു ഈ ലോകത്തിൽ ജനിച്ചത് എന്തിനാ? രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപത്തിൽ നിന്നും മനുഷ്യനെ. ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനും ലോകത്തിൽ അവതരിച്ച ഏക അവതാരം ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ മുഴു ലോകത്തോടും വിളിച്ചു പറയും, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അവിടുന്ന് ലോകത്തിൽ വന്നത് ദൈവത്തെ വെളിപ്പെടുത്താൻ. ഏത് ദൈവത്തെ? സനാതനാകുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? സദ്ഗുണ സമ്പൂർണനാകുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? താൻ മാത്രം അമർത്യതയിൽ വസിക്കുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? സ്നേഹസമ്പന്നനായ ദൈവത്തെ. ഏത് ദൈവത്തെ? ഏക രക്ഷകനായ ദൈവത്തെ. ഏത് ദൈവത്തെ? ഏക സത്യമായ ദൈവത്തെ വെളിപ്പെടുത്താൻ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടല്ലേ പാലസിൽ നിന്നുകൊണ്ട് മാറത്ത് തട്ടി മുഴുകോടി ജനങ്ങളോട് യേശു പറഞ്ഞത് എന്നാ? എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കലേക്ക് ആർക്കും പ്രവേശനമില്ല. മോശയെ നോക്കിയല്ല പറഞ്ഞത്. ഒറ്റ പ്രവചനം കൊണ്ട് താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് അസ്ഥികുംഭാരങ്ങളെ ഒരു സൈന്യമായി നിവർത്തിയ യുവപ്രവാചകൻ എഗസ്കേലിനെ നോക്കിയല്ല. അനവധി സങ്കീർത്തനങ്ങൾ എഴുതിയ ഇസ്രായേലിന്റെ മാധുര്യ ഗായകൻ ദാവീദിനെ നോക്കിയല്ല. ഇസ്രായേലിന്റെ തലക്കലം എന്ന പ്രവാചകൻ യെശയ്യാവിനെ നോക്കിയല്ല. ലോകം കണ്ട ഏറ്റവും സമാരാധനായ നേതാവ് മോശയെ നോക്കിയല്ല. പാലസ്തീനിൽ നിന്നുകൊണ്ട് മാറത്ത് തട്ടി യേശു ലോകത്തോട് പറഞ്ഞു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കലേക്ക് ആർക്കും പ്രവേശനമില്ല. എന്നെ വിളംബരത്തിന്റെ ആശയം, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിളംബരത്തിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവത്തെ കാണണോ? ഒറ്റ വഴി യേശുവാകുന്ന ഞാൻ മാത്രമാണ്. അതാ അവിടുന്ന് പറഞ്ഞത്. ഞാൻ തന്നെ വഴിയാ, ഞാൻ തന്നെ സത്യമാ, ഞാൻ തന്നെ ജീവന. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിളംബരത്തിന്റെ ആശയം സിമ്പിൾ അല്ലേ? ദൈവത്തെ കാണണോ മനുകുലമേ? ഒറ്റ വഴി യേശുവാകുന്ന ഞാൻ. എന്നിലൂടെ അല്ലാതെ പിതാവ് എങ്ങനെയൊക്കെ ആർക്കും പ്രവേശനമില്ല. എന്താണ് ആ വിളംബരത്തിന്റെ ആശയം? ദൈവത്തിലേക്ക് പ്രവേശിക്കണോ? വഴി യേശുവാകുന്ന ഞാനാ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവത്തെ തേടി അവൻ ഇവിടെ നാനാകോണകളിലും അന്വേഷിച്ച് നടക്കുക. പണ്ടൊരു കവി വരിൻ പാടി, ഈശ്വരനെ തേടി ഞാൻ
അലഞ്ഞു. കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല, ഇവിടെയുമില്ല. ഈശ്വരൻ ഞാൻ തിരഞ്ഞ വിജനമായ ഭൂമിയിലെങ്ങും ഇല്ല ഈശ്വരൻ. എത്ര അർത്ഥവത്തമായ വരികളാണ്. പ്രശ്നത്തിന് പരിഹാരം തരുന്ന, അന്വേഷണത്തിന് കണ്ടെത്തൽ തരുന്ന, ചോദ്യത്തിന് ഉത്തരം തരുന്ന, ശാപത്തിന് മോക്ഷം തരുന്ന, പാപത്തിന് പരിഹാരം കൊടുക്കുന്ന, ജീവിതത്തിന് സമാധാനം കൊടുക്കുന്ന ഒരു ദൈവത്തെ തേടി ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ അവനിവിടെ നാനാ കോണുകളിലും തിരഞ്ഞു നടക്കുക. ഇന്ന് രാത്രിയില് സമാധാനം തരുന്ന, സൗഖ്യം തരുന്ന, പ്രശ്ന പരിഹാരം തരുന്ന, പാപശാപമോക്ഷം തരുന്ന, ജീവിതത്തിന് അർത്ഥം തരുന്ന ഒരു സത്യദൈവത്തെ തേടി അവനിവിടെ പല കോണുകളിലും അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമായ സത്യാന്വേഷികൾ ദൂരത്തോ ചാരത്തോ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, സ്നേഹിത, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം തരുന്ന, നിന്റെ സകല ചോദ്യത്തിന് ഉത്തരം തരുന്ന, നിന്റെ സകല പാപത്തിന് മോക്ഷം തരുന്ന ഒരു സത്യദൈവത്തെ വിശുദ്ധ തിരുവഴുത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്താം. ആ സത്യദൈവം ആരാ? സ്ലീഹന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ആ സത്യദൈവം കേവലം ഒരു മനുഷ്യനല്ല, ആ സത്യദൈവം കേവലം ഒരു പറവയല്ല, ആ സത്യദൈവം കേവലം ഒരു ഇടജാതിയല്ല, ആ സത്യദൈവം കേവലം ഒരു മൃഗമല്ല, ആ സത്യദൈവം കേവലം ഒഴുകുന്ന ഒരു പുഴയല്ല, ആ സത്യദൈവം കേവലം ഒരു വടവൃക്ഷമല്ല, ആ സത്യദൈവം തലയെടുപ്പുള്ള ഒരു കൂറ്റൻ പർവ്വതമല്ല, ആ സത്യദൈവം സൂര്യചന്ദ്ര ഗോളാദി ഗോളങ്ങളോ നക്ഷത്രങ്ങളോ അല്ല. ആ സത്യദൈവം അത്രേ വേദപുസ്തകം ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തു. അവിടെ ക്രിസ്തുവിൽ വിശ്വസിക്കുക, പ്രശ്നത്തിന് പരിഹാരം നേടുക, പാപത്തിന് മോക്ഷം പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ തിരിച്ചറിയുക. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അവിടുന്ന് മഹാദൈവമാണ്. കാര്യം അവിടുന്ന് തന്നെയാണ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. അതാ ബൈബിൾ പറയുന്നത്. മഹാദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവനാണ് ക്രിസ്തു. അവിടുന്ന് രക്ഷകനും ആരാധനുമാകുന്ന മഹാദൈവമാണ്. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനുമാണ് സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചതെങ്കിൽ അടുത്തത് അവിടുന്ന് എങ്ങനെയാണ് ജനിച്ചത് അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തിന് ജനിച്ചു? ദൈവത്തെ വെളിപ്പെടുത്താൻ, പാപിയെ. അടുത്തത് എങ്ങനെ ജനിച്ചു? യേശു എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ബൈബിളിൽ എനിക്ക് കിട്ടിയ ഉത്തരം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്. 2-ാമത്തെ അധ്യായം 6 മുതൽ താപ്പോട്ടുള്ള വചനമാണ്. എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കണം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ എങ്ങനെ ജനിച്ചു? ആ ചോദ്യത്തിന് എത്ര കൃത്യമായാണ് പൗലോസ് ഈ വാക്യത്തിൽ ഉത്തരം പറയുന്നത്. എത്ര കൃത്യമായാണ്. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്തൊക്കെയാ ചെയ്തത്? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ ആരായി? അനുസരണമുള്ളവനായി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്താൻ, പാപിയെ രക്ഷിപ്പാൻ
യേശു ക്രിസ്തുവിൻ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, വരുന്നതിന് മുമ്പ് അവൻ എങ്ങനെയായിരുന്നു? അവന്റെ പൂർവാസ്തിക്യത്തെ കുറിച്ച് പൗലോസ് പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ, പൂവായിരിക്കെ, പൂമ്പൊടിയായിരിക്കെ, പുഴുവായിരിക്കെ, പുല്ലായിരിക്കെ, മണ്ണായിരിക്കെ എന്നുള്ളല്ല. ഈ ലോകത്തിൽ യേശു വരുന്നതിന് മുമ്പ് അവിടുന്ന് എങ്ങനെയിരുന്നു? ദൈവരൂപത്തിലിരിക്കെ. ശരിക്കും പറഞ്ഞാൽ ദൈവമായിരിക്കെ. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. മഹത്വമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് മാനവാകാരം സ്വീകരിച്ചൊരു മനുഷ്യനായി ഈ താണലോകത്തിൽ യേശു വരുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് അവൻ എങ്ങനായിരുന്നു? ദൈവമായിരുന്നു. അതാ യോഹന്നാൻ പറഞ്ഞത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനാണ് യേശുക്രിസ്തു. പാപിയെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുന്ന് ദൈവരൂപത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവമായിരുന്നു. വിവരിക്കാൻ ഏറെ കൊണ്ട് വിട്ടുകളയട്ടെ. ദൈവരൂപത്തിലിരിക്കെ പാപിയെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് എങ്ങനെയാ വന്നത്? ഒന്ന്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. രണ്ട്, ദാസരൂപം എടുത്ത്. മൂന്ന്, മനുഷ്യ സാദൃശ്യത്തിലായി. നാല്, തന്നെത്താൻ ഒഴിച്ച്. അഞ്ച്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആറ്, തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിൽ വന്നു. പാപിയെ രക്ഷിപ്പാൻ കർത്താവ് ഈ ലോകത്തിൽ വന്നതങ്ങനെ ആറും പറയണമെന്നുണ്ട്. പക്ഷേ ആറോടെ ചേർത്ത് രണ്ട് കാര്യം പറയാൻ. പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ യേശു ഈ ലോകത്തിൽ എങ്ങനെയാണ് വന്നത്? തന്നെത്താൻ ഒഴിച്ചവനായി. അടുത്തത് വേഷത്തിൽ ആരായി? മനുഷ്യനായി. കൈ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. തന്നെത്താൻ ഒഴിച്ചവനായി. ഈ തന്നെത്താൻ ഒഴിച്ചവൻ എന്ന് പറഞ്ഞാൽ താൻ അല്ലാത്തവനായെന്നാ, താൻ അല്ലാതായെന്നാ. അതിന്റെ മറ്റൊരു പദമാണ് നമ്മൾ വായിച്ചത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. വേറൊരു മലയാളം, ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചെന്ന. എന്താണ് അവന്റെ ഗാംഭീര്യ പരിവേഷം? അത് പറയുമ്പോൾ തന്നെ ആത്മാവിനെന്റെ അകം കുളിരണിയുകയാണ്. അത് പറയുമ്പോൾ തന്നെ എന്റെ സിരകളിൽ ആത്മാവിന്റെ ആവേശം വാണോളം ആടി പടരുകയാ. എന്താ ഗാംഭീര്യ പരിവേഷം? യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ തലയും തലമുടിയും ഹിമത്തേക്കാൾ വെണ്മയേറിയ മഞ്ഞ് പോലെ. അവിടുത്തെ മുഖത്തിന്റെ കാന്തി കോടി സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം പോലെയാ. അവിടുത്തെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണു പോലെയാ. അവിടുത്തെ ശബ്ദം കിളിയുടെ ശബ്ദം പോലെയല്ല, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാ. അവിടുത്തെ വായിൽ നിന്നും ഇരുവായുത്തലയുള്ള വചനത്തിന്റെ വാള് പുറപ്പെടുകയാ. അവിടുത്തെ മാറത്ത് പൊൻകച്ച ധരിച്ചിരിക്കുക. അവിടുത്തെ കൽപ്പാദങ്ങൾ രണ്ടും ഉലയിൽ കാച്ചി പഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം 7 നക്ഷത്രത്തെ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുകയാ. അതാണ് അവന്റെ ഗാംഭീര്യ പരിവേഷം. ഞാൻ ചോദിച്ചോട്ടെ, മഹാദൈവത്തെ വെളിപ്പെടുത്താൻ, പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ എങ്ങനെയാ വന്നത്? ഗാംഭീര്യ പരിവേഷത്തോടു കൂടിയാണോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയാണോ? മാറത്ത് പൊൻകച്ച കെട്ടിയാണോ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായിട്ടാണോ? അല്ല. അവൻ ഈ ലോകത്തിൽ എങ്ങനെയാ വന്നത്? ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റി. അതാ പറഞ്ഞത്, തന്നെത്താൻ ഒഴിച്ചവനായി. തന്നെത്താൻ ഒഴിച്ചവനായി. വിട്ടുകളയട്ടെ, എല്ലാം വെടിഞ്ഞ് തന്നെത്താൻ ഒഴിച്ചവനായി. അതാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത്, വേഷത്തിൽ അവിടെ ആരായി? മനുഷ്യനായി. തന്നെത്താൻ ഒഴിക്കുക മാത്രമല്ല, അടുത്തത് വേഷത്തിൽ ആരായി? മനുഷ്യനായി. യേശു ക്രിസ്തു മനുഷ്യനല്ല, അവിടുന്ന് മനുഷ്യന്റെ രക്ഷയ്ക്കായി വേഷത്തിൽ മനുഷ്യനായി. മനുഷ്യർ പലരും ദൈവങ്ങളാകാൻ പരിശ്രമിക്കുമ്പോൾ, ആ പരിശ്രമത്തിൽ ഇന്നിന്റെ മനുഷ്യൻ ഏറെക്കുറെ വിജയിച്ച മട്ടിൽ മുൻപോട്ട് പോകുമ്പോൾ, സാക്ഷാൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് മഹാദൈവമായവൻ മനുഷ്യനായി മാറിയ അത്ഭുതമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. വേഷത്തിൽ മനുഷ്യനായി. എത്ര അത്ഭുതമായില്ലേ! ഈ പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം
യേശുക്രിസ്തുവിന്റെ ജനനമാ പ്രിയരെ, അല്ലാതെ മറ്റൊന്നുമല്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹാലോ, കുത്തബ് മീനാറോ, നയാഗ്ര വെള്ളച്ചാട്ടമോ, ഇവിടെ ഉദിച്ചുയരുന്ന 21 നാഗരികതകളോ അല്ല. പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനമാണ്. അതാണ് പണ്ട് മാരാമണ്ണ് പ്രസംഗിക്കാൻ വന്ന ശാസ്ത്രജ്ഞനെ പത്രക്കാർ ഇന്റർവ്യൂ ചെയ്ത അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു വലിയ അത്ഭുതം മനസ്സിലായത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് അയാൾ അന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത്, ഇവിടെ നിന്ന് നോക്കിയാൽ മേപ്പോട്ട് കാണുന്ന ഞാൻ ചന്ദ്രനെയും ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയെയും ഭൂമിയേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രജാലങ്ങളെയും എന്ന് വേണ്ട ചരാചര നിബദ്ധമായ സകല പ്രപഞ്ചത്തെയും ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഉളവാക്കിയ സർവശക്തനും സൃഷ്ടാവും പരമകാരുണികനുമായ ദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഈ താണ ലോകത്തിൽ ഒരു മനുഷ്യനായി വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവരാകൊണ്ട് അവനും അവരെ പോലായി. വേഷത്തിൽ അവൻ ആരായി? ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് മഹാദൈവമായ ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത്? അത് പറഞ്ഞ് അവന്റെ മരണത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാം. മഹാദൈവമായ ക്രിസ്തു എന്തുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത് മരിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ്? മരിക്കാൻ. നമ്മള് ജനിച്ചത് എന്തിനാ? ജീവിക്കാൻ, ഇല്ലേ? മഴ പെയ്തപ്പോൾ എല്ലാവരും ചാടി അകത്ത് കയറില്ലേ? എന്നാ മഴ നനഞ്ഞിരിക്കുന്നത്, പനി പിടിച്ചാൽ ചത്തുപോകുന്നുള്ള പേടിയുണ്ട്. കോവിഡ് വാക്സിൻ 2 എടുത്തു, 3 എടുത്തു, ഇനിയും 10 ഉണ്ടെങ്കിൽ നെഞ്ചും തിരിച്ച് നമ്മൾ ഇരിക്കുക. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചത് മരിക്കാനല്ല. ഞാൻ 22ാമത്തെ വയസ്സിൽ തിരുവല്ലയ്ക്ക് അടുത്തൊരു വയലിന്റെ നടുക്കൊരു യോഗത്തിൽ പ്രസംഗിക്കുക. എന്തോ പറഞ്ഞ് മരണം എന്ന വിഷയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മരണത്തെ ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? 80 കടന്നൊരു വല്യപ്പൻ കൈപൊക്കി ചുരുട്ടിയ മുഷ്ടി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു പറഞ്ഞു. ഒരു വിപ്ലവകാരിയായിരിക്കാം അദ്ദേഹം. ചുരുട്ടിയ മുഷ്ടി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു പറഞ്ഞു, ഭയമില്ല എനിക്ക് മരിക്കാൻ. എനിക്കങ്ങ് അത്ഭുതം തോന്നി. 18കാരനും 25കാരനും 30കാരനും ഒക്കെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചു പോലെ അനങ്ങാതിരിക്കുമ്പോൾ, മരണത്തെ പേടിയില്ലാത്ത ആരെയുമുണ്ടോ? സെന്റർ പാസ്റ്റ് ഉൾപ്പെടെ നിശ്ചലമായിരിക്കുമ്പോൾ 80കാരൻ കൈ അന്തരീക്ഷത്തിലേക്ക് ചുരുട്ടി എറിഞ്ഞു പറഞ്ഞു, എനിക്ക് പേടിയില്ല. ഞാൻ പറഞ്ഞു, അടിക്ക് കൈ എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് അങ്ങേരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീടല്ല അബദ്ധം മനസ്സിലായത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പടപടാന്നൊരു ശബ്ദം, കസേര പൊട്ടുന്നു, ഒടിയുന്ന ആളുകൾ ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ ഈ വല്യപ്പൻ ഒരു 100 മീറ്റർ അപ്പുറേ മാറി നിൽപ്പുണ്ട്. എന്താണെന്നറിയാമോ? അയാൾ ഇരുന്ന കസേരയുടെ കാലിൽ ഒരു പൊളവൻ ചുറ്റിക്കിടന്നു. ആ പൊളവനെ കണ്ട് ഓടി ഓട്ടമാണ്. കടിച്ച വിഷമില്ല, തത്താഴം മുടങ്ങുന്ന നീർക്കോലി അദ്ദേഹം ഇതിന്റെ കസേരയുടെ കാലിൽ ചുറ്റിയപ്പോൾ 100 മീറ്റർ അപ്പുറത്ത് കസേര എടുത്തിട്ട് എറിഞ്ഞിട്ട് ഓടി. ഇല്ലേ? മരണത്തെ പേടിയില്ലാത്തവരാരുമില്ല. നമ്മളെല്ലാം ഇവിടെ ജനിച്ചത് നാം ജീവിക്കാൻ വേണ്ടി എന്ന മോഹത്തോടെയാ. പക്ഷെ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരുവനേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാ. അതുകൊണ്ടാണ് അവൻ വേഷത്തിൽ മനുഷ്യനായത്. ഞങ്ങൾ തെരുവുകളിൽ പ്രസംഗിക്കുന്നവരാണ്. എന്റെ പ്രഭാഷണ ജീവിതം ഇപ്പം 10-34 വർഷമായി. 10-12 വയസ്സിൽ തുടങ്ങിയ പ്രസംഗമാണ്. ഈ 30-33 വർഷത്തെ പ്രഭാഷണ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള 2 പ്ലാറ്റ്ഫോം, ഹൃദയം തുറന്നെന്ന് പറയാം. ഒന്ന് മരണവീട്, 2 പരസ്യോഗം. കൃപയാൽ 2ന്റെ ഫീലും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്ര ആസ്വദിച്ചാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഈ പൊതുനിരത്തിൽ പ്രസംഗിക്കുന്ന പരസ്യോഗക്കാരെ പരസ്യോഗം പ്രസംഗിച്ചിട്ട് നിൽക്കുമ്പോഴേ ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിച്ച ക്രിസ്തു ദൈവമാണോ? യേശു. ഞങ്ങൾ പറയും ദൈവം തന്നെയാ. അതുകൊണ്ടല്ലേ ഈ നെഞ്ച് കീറി അവനെ പ്രസംഗിച്ചത്. അങ്ങനെയാണ്. ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവത്തിന് മരിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരിച്ചില്ലേ? മരിച്ചു. അപ്പൊ യേശു എങ്ങനെയാ ദൈവമാകുന്നത്? അതിന്റെ ഉത്തരവന്റെ വേഷത്തിൽ അവൻ ആരായി?
മനുഷ്യനായി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദത്തോടെ ഗാംഭീര്യ പരിവേഷത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മാനവജാതിയുടെ മോചനത്തിന് മരക്കുരിശിൽ മരിക്കാൻ പറ്റത്തില്ല. ഗാംഭീര്യ പരിവേഷത്തോടെ ഇറങ്ങി വന്ന പീലാത്തോസേ, നിങ്ങൾ അവനെ വിസ്തരിക്കാൻ തലമുക്കി നിൽക്കുകയില്ല. കണ്ണിൽ ചോരയില്ലാത്ത പടയാളി പരീക്ഷകളെ, നിങ്ങൾ അവനെ അടിക്കാൻ ചാട്ടമാരുമൊക്കെയില്ല. അവന്റെ അടുത്ത് വരുമ്പം നിങ്ങൾ ആവിയായി പോകും. അത്ര മഹത്വവാനല്ലേ അവൻ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത് മരിക്കാനാ. ഇനി അവിടെയും ഒരു വിരോധാഭാസമുണ്ട്. അപ്പൊ മനുഷ്യനായി മാറിയത് മരിക്കാനാ. മനുഷ്യനായി വേഷത്തിൽ വന്നപ്പോൾ മരിക്കാനുള്ള അവകാശം തേടി, സാവകാശം തേടി. ഇനി മറ്റൊരു വിരോധാഭാസം കൊണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ. എന്താ മരണം? പാപത്തിന്റെ കൂലിയല്ലേ മരണം? പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? അപ്പൊ യേശുക്രിസ്തു മരിച്ചത് പാപിയായതുകൊണ്ട്, പാപം ചെയ്തുകൊണ്ട് അല്ല. യേശു പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അതിൽ പരം ഒരു ഉറപ്പെനിക്ക് തരാനില്ല. അവൻ പരിശുദ്ധനാണ്. 100 തെളിവുകൾ ഉണ്ടെങ്കിലും ഒരു തെളിവ് പറയാ, അവനെ വിസ്തരിച്ച ഒറ്റ സിവിൽ കോടതിക്കോ ഒറ്റ മത കോടതിക്കോ അവനെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ പരിശുദ്ധനാണ്. അപ്പോൾ പാപത്തിന്റെ കൂലിയാണ് മരണമെങ്കിൽ യേശു മരിച്ചത് പാപിയായത് കൊണ്ടല്ല. പിന്നെ യേശു മരിച്ചത് എന്തിനാ? ഗതസമനയിൽ ചെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഒരു വിൺമലയുടെ മുകളിലെ ഗതസമന തോട്ടത്തിൽ ക്രൂശീകരണത്തിന്റെ മുമ്പ് യേശു പ്രാർത്ഥനയ്ക്ക് പോയി. മഹാനായ ഡോക്ടർ ലൂക്കോസ് പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്: പിന്നെ അവിടുന്ന് പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവന്റെ ഒരു പ്രതിഭാസം ഉണ്ടായി. വിയർപ്പിന് പകരം രക്തത്തുള്ളി പോലെ പുറത്തോട്ട് വന്നു. ഗതസമനയിൽ എന്തുകൊണ്ട് പ്രാണവേദനയിലായി യേശു? ഗതസമനയിലെ പ്രാണവേദനയിലെ പ്രാർത്ഥനയിൽ എന്തുകൊണ്ട് വിയർപ്പിന് പകരം രക്തത്തുള്ളി പോലെ പുറത്തോട്ട് വന്നു? അത് വരാനുള്ള കാരണം യെശയ്യാവ് അവനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനം നിവർത്തിയായ പ്രവചനം എന്താ? യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ ചുമത്തി സ്നേഹിത. പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ, പാപത്തിന്റെ കൂലിയാണ് മരണമെങ്കിൽ, പാപം ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ നിത്യമരണമാകുന്ന നരകത്തിൽ കൊണ്ടെത്തിക്കാതിരിക്കേണ്ടതിന് സകല മനുഷ്യന്റെയും പാപം ഗതസമനം ഏറ്റെടുത്തു. സകല മനുഷ്യന്റെയും പാപം ഏറ്റെടുത്തവൻ. സിവിൽ മതകോടതികളിലെ വിസ്താരത്തിന് അനന്തരം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി യവദാക്കൽത്തരത്തിൽ മൃഗീയമായി അടിയേറ്റു. ചത്തയ്ക്ക് അടിച്ച് തരിപ്പണമാക്കിയവനെ ഒരു ഭാഗത്ത് വലിച്ചു മാറ്റിയിട്ട് ഉള്ളുകൊണ്ട് മടഞ്ഞ കിരീടമുണ്ടാക്കി തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചിറക്കി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിഭാഗം പറഞ്ഞത്, ക്രൂശീകരണ വേളയിൽ യേശു തന്റെ ശരീരത്തേറ്റ മുറിവുകൾ 5480 മുറിവുകളാ. പുറത്തു മാത്രം 150 പരമാഴമുള്ള മുറിവുകൾ, 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോടിനകത്തേക്ക് ആഴ്ന്നിറങ്ങി. 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ട് 350 പടയാളികളാൽ 50 കുതിരപ്പട്ടാളക്കാരാൽ ചാട്ടവാറിന്റെ മരണയടിയേറ്റ് ഒരു തളിരോല പോലും തണലില്ലാതെ പാലസ്തീന്റെ മണ്ണിളകിയ കുരിശിന്റെ വാതകിലൂടെ വണ്ടിക്കാള വണ്ടി വലിക്കുന്ന പോലെ ക്രൂശും വലിച്ചു വീടും എഴുന്നേറ്റും വേച്ചും മുറച്ചും ഗാഗുൽത്തയിലേക്ക് നടന്ന് ഗാഗുൽത്തയുടെ നെറുകയിൽ 2 നീചരാ ദുഷ്പ്രവർത്തിക്കാർക്ക് നടുവിൽ 3 കാര്യം വാണിവേൽ ഏറ്റ തിരുമുറിവുകളിലൂടെ ശരീരത്തിലെ അവസാന തുള്ളി രക്തമൊഴുക്കി അവൻ മരിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ സകല മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് കാൽവറിയിൽ മരിച്ചു. സ്നേഹിത, യേശുവിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമല്ല, അപകട മരണമല്ല, സ്വാഭാവിക മരണമല്ല. പാപിയായ നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു പരമയാഗമായിരുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുകുലത്തിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി മരിച്ചവൻ, കല്ലറയിൽ അവനെ വെച്ചുവെങ്കിലും പൊളിക്കണോ ഈ മന്ദിരം 3 നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവൻ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന്റെ ഉയർപ്പിൽ പ്രകൃതി ശക്തിക്ക്, രാജാക്കന്മാരുടെ കരുത്തിന്, മനുഷ്യന്റെ കരുത്തിന് പങ്കില്ല.
പിതാവ് അവനെ ഉയർപ്പിച്ചു, ബൈബിൾ. ആത്മാവ് അവനെ ഉയർപ്പിച്ചു, ബൈബിൾ. അവൻ ഉയർത്തു, ബൈബിൾ. അവിടുത്തെ ഉയർപ്പിൽ തൃത്വം ഒന്നിച്ചു സമ്മേളിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചവൻ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ, 40 രാപകലികൾ വത്സല ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും മുമ്പ്, ക്രൂശിൽ കയറും മുമ്പ് തന്നെ അനുഗമിക്കുന്ന സ്നേഹനദികളായ ജനകോടികളോട് ഒരു വാഗ്ദത്തം അവൻ മൊഴിഞ്ഞു. എന്നെ അനുഗമിക്കുന്ന പ്രിയരേ, എന്റെ വാത്സല്യ മക്കളെ, ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോകുകയാ. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പോയതുപോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കാൻ വീണ്ടും വരും. ഇത് പറഞ്ഞിട്ട് നേരെ സ്വർഗത്തിലോട്ടല്ല പോയത്. ഞാൻ സ്ഥലമൊരുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നേരെ ക്രൂശിലോട്ടാ പോയത്. അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ശേഷമാ സ്വർഗത്തിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ മരണശേഷം സ്വർഗത്തിൽ തന്റെ മക്കൾക്ക് കർത്താവ് ഒരുക്കുന്ന ആ നിത്യ സ്ഥലത്തെത്താൻ ഒറ്റ വഴിയുള്ളൂ, ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരിക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അവൻ വിഭാവന ചെയ്ത നിത്യരക്ഷ പ്രാപിച്ചിട്ടില്ലാത്തവർക്ക് മരണാനന്തരം നിത്യതയില്ല. ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷകൻ നിന്റെ ചാരേ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. പോയി സ്ഥലമൊരുക്കിയാൽ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് പോയതുപോലെ വരും. വർഷം വലത് കഴിഞ്ഞു, ഇതുവരെ വന്നില്ല. പോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യനല്ല. മനസ്സിലായോ? ഈ ലോകത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നെങ്കിൽ, മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ, കാത്തിരിക്കുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മേഘാരൂഢനായി അവൻ വരുമെന്ന വാഗ്ദാനം നിവർത്തിയാകാതിരിക്കത്തില്ല. കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തി ദിശയിൽ, ദിവസങ്ങൾ അതിന്റെ കടസി ദിനങ്ങളിലാണ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കൂറ്റൻ സംഭവം അടുത്ത 7 നിമിഷവും സംഭവിക്കും. ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ആ സംഭവം കോവിഡിന്റെ അടുത്ത വ്യാപനമല്ല, പ്രകൃതിയുടെ അടുത്ത ദുരന്തമല്ല, അടുത്ത മഹായുദ്ധമല്ല. ആ സംഭവം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിന്റെ വരവാണ്. പ്രത്യാശയുള്ള കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. 2 കാര്യം നടക്കും. ആരെതിർത്താലും ആര് വിശ്വസിച്ചില്ലെങ്കിലും 2 കാര്യം നടക്കും. 2-ലാദ്യം ഇത് നടക്കുമെന്ന് നിശ്ചയമില്ല. ഒന്നെങ്കിൽ നാം മരിക്കും, അല്ലെങ്കിൽ യേശു വരും. ഇതിൽ 2-ലേതാദ്യം നടന്നാലും മുഴു ലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. അത് നഷ്ടമാക്കല്ലേ. ഹേ മനുഷ്യ, നീ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്താണ് പ്രയോജനം? മരണം കൊണ്ട് തീരുന്നതല്ല മനുഷ്യ ജീവിതം. മരണത്തിനപ്പുറം മനുഷ്യർക്ക് ജീവിതമുണ്ട്. ആ ജീവിതത്തെ ബൈബിൾ വിളിക്കുന്ന പേര് നിത്യത. മരണശേഷം 2 അവസ്ഥയാണ് മനുഷ്യന്, സ്വർഗമല്ലെങ്കിൽ നരകം. ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് പോകാനാണ് മരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പ്രാണനെ തന്നവൻ നിന്റെ പ്രാണനെ തിരിച്ചു ചോദിച്ചാൽ മരണശേഷം നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെ? നനയ്ക്കാത്ത നാഴികയിൽ ക്ഷണിക്കാത്ത അതിഥിയായി മരണം നിന്നെ പിടിമുറുക്കും മുമ്പ് പാപത്തോട് വിട പറയുക, ലോകബോധത്തോട് വിട പറയുക, ലോക ഇമ്പങ്ങളോട് വിട പറയുക. നിന്റെ പാപം വേണ്ടി കാൽവരയിൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറക്ക്, അവനെ രക്ഷകനായി ഉള്ളത്തിൽ സ്വീകരിക്ക്. മരണശേഷം ആത്മാവിന്റെ നിത്യത ഉറപ്പുവരുത്തുക. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് നിങ്ങളുടെ സുവിശേഷം. അവനാണ് വിമോചകൻ, അവനാണ് ഉദ്ധാരകൻ, അവനാണ് രക്ഷകൻ, അവനാണ് വീണ്ടെടുപ്പുകാരൻ. നിന്റെ സകല ചോദ്യത്തിന് ഉത്തരവൻ, അന്വേഷണത്തിന്റെ കണ്ടെത്തലവൻ, പാപശാപങ്ങൾക്ക് മോക്ഷകൻ അവനാണ്. അവനായി ഹൃദയം തുറക്കാൻ ആരുണ്ട്? ഒരു നിമിഷം കണ്ണുകളൊന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തലസ്ഥാനങ്ങൾ എഴുന്നേൽക്കാം. ഗ്ലോറി ടു ഗോഡ്. പ്രത്യാശയുടെ ഗാനത്തിന്റെ ഒരു വരി പ്രിയ സഹോദരങ്ങള് പാശ്ശ്യാം മുൻപോട്ട് വന്ന് പാടി. ഒത്തിരി പാടാൻ നേരമില്ലേ, 2 വരി കൈയടിച്ചു പാടി ദൈവത്തെ ആരാധിച്ച് സന്തോഷത്തോടെ വരിക. ഞാനൊരു പാപിയാണ്. പാപം ഉടച്ച ജീവിതത്തിന്റെ ശിഷ്ടായുസ്സ് പേറി നരകതുല്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. സമാധാനം എന്നിൽ നിന്നും ദൂരെയാണ്. സ്വസ്ഥത അനുഭവിച്ചിട്ട് നാളുകൾ ഏറെയായി. പാപത്തിന്റെ ശാപത്തിന്റെ വള്ളിക്കെട്ടെന്നെ വല്ലാതെ മുറുക്കിയിരിക്കുന്നു. സേവിച്ചത് ഭജിച്ചത് പിഞ്ചതെല്ലാം എന്നെ കൈവിട്ടു. വൈകിയാണെങ്കിലും ജീവിതത്തിന്റെ സായാഹ്ന ദിശകൾ ഞാൻ അറിയുന്നു. യേശുവിന്റെ വസനങ്ങൾക്ക് പരിഹാരകൻ, അവൻ എന്റെ വിമോചകൻ. ഇനിയുള്ള ശിഷ്ടായുസ്സ് മുഴുവൻ ആ സ്നേഹവാനും വിമോചകനുമാകുന്ന ക്രിസ്തുവിനായി എന്നെ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു രോഗിയാണ്,
നെഞ്ചും കൂട് തുറന്നാൽ മുഴുവൻ വിങ്ങുന്ന നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളുമാ എനിക്കായിരുന്നു പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാം കർത്താവിനായി. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണക്കാരനായ ദൈവത്തിന്റെ മുൻപാകെ മക്കൾക്ക് വേണ്ടി മുട്ടുകുത്തുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ, രക്ഷിക്കപ്പെടുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് ഈ വചനം ഇന്ന് രാത്രിയിൽ ദൈവശക്തിയാകട്ടെ. പാപത്തിന്റെ ശാപത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ. ആമേൻ. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. അസമാധാനങ്ങൾ മാറട്ടെ. സമാധാനം ഉള്ളത്തിൽ വാഴട്ടെ. ജീവിതങ്ങൾ, കുടുംബങ്ങൾ, ദേശം വിടുവിക്കപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് കൈകൾ അടിച്ചു പാടി നമ്മുടെ ദൈവത്തെ നിൽക്കണമെങ്കിൽ ആത്മനിറവിൽ ആരാധിക്കാം. Glory, hallelujah. Oh,
ഈ മഹായോഗങ്ങളുടെ പ്രാരംഭരാത്രിയിൽ ആഴമായി ദൈവത്തിന്റെ ആത്മാവെന്ന് കൂടി സംസാരിച്ചല്ലോ. യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർപ്പ്, അവിടുത്തെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രത്യാശ ഇന്ന് രാത്രിയിലും ദൈവം നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളെ അൻപോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. ദൈവസഭ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ഈ മഹായോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിൽ കർത്താവിന്റെ വചനം അവിടുത്തെ ദാസനിലൂടെ നാടിനോട് സംസാരിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. പാട്ടിലൂടെ അങ്ങേ ആരാധിക്കുവാനും ദേശത്തോട് യേശുവിനെ കുറിച്ച് പറയാനും ഞങ്ങൾക്ക് കൃപ നൽകി. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ദാസനിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയല്ലോ. യേശുവിലൂടെയുള്ള രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ കീഴിൽ നൽകിയ ഏക നാമം യേശുവിന്റെ നാമമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഓടിയിടപെട്ടല്ലോ. ഈ ദേശത്തോട് ദൈവം മനസ്സറിയണമേ. കർത്താവിന്റെ കൃപ ഈ ദേശത്തിന്റെ മേൽ പകരണം. ഇവിടെയുള്ള ലോക്കൽ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് അധ്വാനിച്ചെല്ലാം പ്രിയപ്പെടുകയായി സ്തോത്രം. കർത്താവേ, ഈ നാടിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പിന്മാറ്റത്തിൽ നിന്ന്, അനേകരുടെ മദ്യപാനത്തിൽ നിന്ന്, അനേകരുടെ ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് യേശുവിന്റെ രക്ഷയുടെ വലിപ്പം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണം. നാളെ മുതൽ നടക്കുന്ന മഹായോഗങ്ങൾക്കായി സ്തോത്രദാസന്മാരെ ശക്തിയോട് ഉപയോഗിക്കണം. കൃപ കൊണ്ട് ഞങ്ങളെ പുതിയണം, വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. എൻ മനമേ ഭൂമിയെ വാഴ്ത്തുക, സർവാന്തരംഗമേ ഒരു വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഭൂമിയെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, നാം ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സജീവമായ കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് വിശേഷിച്ച് ദൈവത്തിന്റെ വചനം സംസാരിച്ച ദൈവത്തിന്റെ ദാസനോടും കേൾവിക്കാരായ ഈ നാട്ടിലെ സകല പ്രിയപ്പെട്ടവരോടും ലോകം പാടിച്ചതറി പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് കരമുയർത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ഇന്ന് ഈ യോഗത്തിൽ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ ഈ തലമുറയിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന താവനദാസൻ പാസ് സജു ചാത്തന്നൂര് എന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ നാളെ രാത്രി ഈ മഹായോഗത്തിൽ പ്രസംഗിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള പ്രിയപ്പെട്ടവരെ അനേകരെ ഈ യോഗത്തിന് വേണ്ടി ക്ഷണിക്കുക. അവരെ കൂടെ ഈ യോഗത്തിന് കൊണ്ടുവരാനായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.